സോ ഹലോ ഗായ്സ്, തേജാസ് ഫണോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് കളിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഒരു കാൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ഗെയിം അതിൻ്റെ ഒരു ഗെയിം പ്ലേ ഗെയിമിൻ്റെ ഗെയിം പ്ലേ ആയിട്ടിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോയ്ക്ക് ക്വാളിറ്റി ഇല്ലായിരുന്നു കേസ്. അപ്പം അതിന് ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ് കേസ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആയിട്ടാണ് നൈസിനെ വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്രാവശ്യത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ തമ്മിൽ കണ്ടതുപോലെ തന്നെയാണ്. ഞാൻ പുതിയ ചീറ്റ് കോഡ്സ് ഇന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അപ്പം കേസ് അപ്പം വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നും ഞാൻ ചീറ്റ് കോഡ്സ് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അപ്പോൾ ചീറ്റ് കോഡ്സ് പരിചയപ്പെടുത്തിയതിന് ശേഷം എന്ത് ചെയ്യാം കേസ്, നമുക്ക് കേസ് ചീറ്റ് കോഡ്സ് പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ പോലീസിനെ വെട്ടിച്ചെളിങ്ങനെയൊക്കെ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ചീറ്റ് കോഡ്സ് പരിചയപ്പെടുത്താൻ വേണ്ടി നല്ലൊരു സ്ഥലം വേണം കേസ്. ഓക്കെ, നമുക്ക് നല്ലൊരു ഫ്രീ ആയിട്ടൊരു സ്ഥലം വേണം. അത് നമുക്ക് എന്ത് ചെയ്യാം കേസ്, നമുക്ക് എന്ത് ചെയ്യാം കേസ്, ഈ ഒരു സ്ഥലം തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ ഒരു സ്ഥലം നല്ലതാണ്. അപ്പം ഓക്കെ നമുക്ക് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാം. നമ്മുടെ നേരെ ലെഫ്റ്റിലോട്ട് പോകുന്ന സമയത്താണ് കേസ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഇവിടെ എന്ന് പറയുന്നത് ഇങ്ങോട്ട് നമ്മൾ തോന്നിയിരിക്കുന്ന റൈറ്റിലോട്ടാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം കേസ്, ചീറ്റ് കോഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയും പോലീസുകാരെ ദേഷ്യം പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം. ദേഷ്യം പിടിപ്പിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം കേസ്. അപ്പം ഇതാണ് ഡിഫൻഡർ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. ഫ്രാങ്ക്ലിൻ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ എപ്പോഴും എന്താകും കേസ്, ഈ ഒരു ഡിഫൻഡർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഡിഫൻഡർ ചീറ്റ് കോഡ് എന്തായാലും ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെന്തായാലും ഈ ഒരു ഗെയിം എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ എന്തായാലും ഈ ഒരു കേസ് ഡിഫൻഡർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് പറയുന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു ഡിഫൻഡർ ഞാൻ എവിടെ പോയി ഇടിച്ച സമയത്ത് ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിക്കുന്നുണ്ടോ കേസ്. ഓക്കെ, എൻ്റെ ഗ്ലാസ് നൈസിനെ പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗ്ലാസ് പൊട്ടിയ സ്ഥിതിക്ക് ഇതിനി വേണ്ട കേസ്. നമുക്കിനി ഇത് വേണ്ട. ഓക്കെ, അപ്പോൾ ഗ്ലാസ് പൊട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഇത് വേണ്ട. എന്തായാലും നൈസിന് നമ്മൾ എന്ത് ചെയ്യാൻ പോണു കേസ്, നമ്മൾ നെക്സ്റ്റ് ഇത് പൊടിച്ചുകൊണ്ട് അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം കേസ്, ഓരോരോ വണ്ടികളായിട്ടും ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഫസ്റ്റ് തന്നെ നോട്ട് എടുത്തോണേ, 0701. ഇതടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുമെന്ന് പറയട്ടെ, നമുക്കൊരു സൂപ്പർ ഡ്രാഗണെ കിട്ടും. കേസ് ഇതാണ് ഡ്രാഗൺ. ഡ്രാഗണിൻ്റെ മേളിൽ ഇരിക്കുന്ന ആരാ, ഡ്രാഗണിൻ്റെ മേളിൽ ഇരിക്കുന്ന ആരാ അത്? ഡ്രാഗണിൻ്റെ മേളിൽ ഇരിക്കുന്ന ആളെ കൊല്ലാൻ പറ്റുന്നില്ലല്ലോ എനിക്ക്, എന്തുകൊണ്ട്? യെസ്, കുഴപ്പമില്ല. ഡ്രാഗണിൻ്റെ മേളിൽ ഓക്കെ ഇതാണ് നമുക്ക് 0701 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗണെ സ്പോണായി കിട്ടും. അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് 1820 1820. ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലാൻഡ് ക്രൂസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നൈസ് ലാൻഡ് ക്രൂസർ കിട്ടുന്നതാണ്. ഇത് ലാൻഡ് ക്രൂസറിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലാൻഡ് ക്രൂസർ കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ അടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 666. ഗേസ് ഇതടിച്ചു കഴിഞ്ഞാൽ സോറി ഗേസ്. നല്ലൊരു മുടി വരുന്ന സമയത്തൊന്നും സമ്മതിക്കത്തില്ലേ. കുഴപ്പമില്ല ഗേസ്. അടുത്ത ചീറ്റ് കോഡ് 444. ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഗേസ്, നമുക്ക് നല്ലൊരു എന്ത് കിട്ടും, S11 കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നൈസിന് ഒരു S11 നമുക്കിവിടെ സ്പോണായി കിട്ടുന്നതായിരിക്കും. അടുത്ത നമ്മൾ അടിക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അടിച്ച ലാൻഡ് ക്രൂസർ തന്നെയാണ്. കാരണം നമുക്ക് ഓരോ വണ്ടിയും പ്രഷ്യസ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വണ്ടികളെ നശിപ്പിക്കുന്നതിന് എനിക്ക് ഇഷ്ടമല്ല. അപ്പം നൈസിന് നമുക്ക് അടുത്തായിട്ട് എന്ത് ചെയ്യാം, ലാൻഡ് ക്രൂസറിനെ ചെയ്തു. നമ്മൾ നേരത്തെയായിട്ട് നശിപ്പിച്ച് കളഞ്ഞ് 11. ഈ പൂജ്യം എന്തിനാ കേസ്, ഞാൻ അറിയാം പൂജ്യം ഇട്ട് പോയി. സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. ഓക്കെ, നമുക്ക് ഒരു പ്രാവശ്യം ഇവിടെ 6 ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ ഒരു ജീവയാകണം സ്പോണായി കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9191 ആണ്. 9191 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, കോമൺ ആയിട്ടൊരു വണ്ടിയാണ്, താറാണ് കേസ്. ഓക്കെ, നമുക്കൊരു താറ് എന്ന് വെച്ചാൽ സാധാ താറ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് മോഡിഫൈഡ് താറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 9090 അടക്കണം കേസ്. ഓക്കെ, അടിക്കണം കേസ്. ഓക്കെ, എന്നാൽ നിങ്ങൾക്കൊരു മോഡിഫൈഡ് താറ് കിട്ടുന്നതായിരിക്കും. ഓക്കെ കേസ്, ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്ക്. മോഡിഫൈഡ് താറും മറ്റേ താറും തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കി. ഓക്കെ യെസ്, എല്ലാവർക്കും ചിലവർക്കൊക്കെ മോഡിഫൈഡ് താറായിരിക്കും ഇഷ്ടം, ചിലവർക്ക് അതിനേക്കാളും ഇഷ്ടം സാധാ താറ് തന്നെയായിരിക്കും. ഓക്കെ അടുത്തായിട്ട് നമ്മൾ അടിക്കാൻ പോകുന്ന പറഞ്ഞത് 7000 ആണ്. ഓക്കെ, അത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈസിന് ഒരു ഹയാബുഷ കിട്ടുന്നതായിരിക്കും. ഹയാബുഷ നമുക്കറിയാമല്ലോ, ഒരു ചെറിയ വണ്ടിയാണ്, ഒരു ചെറിയ ബൈക്കാണ്. അപ്പോൾ ഇത്രയും കാറുകളുടെ കൂട്ടത്തിൽ ഒരു ബൈക്ക് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ മോശമല്ല കേസ്. അപ്പം നൈസിന് നമ്മളൊരു ബൈക്കും പരിചയപ്പെടുത്തി. അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടുത്തായിട്ട് നമ്മളെന്തായാലും ഏതെടുക്കണം, ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഗായ്സ്, അത് സ്കോർപ്പിയോയുടെ ക്ലാസിക് തന്നെയാണ്. ഓക്കെ, സ്കോർപ്പിയോയുടെ ക്ലാസിക് നൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, സ്കോർപ്പിയോയുടെ ക്ലാസിക് നൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് എന്ത് വേണം? ഓക്കെ, പണ്ട് എനിക്ക് ഈ ഒരു ചീറ്റ് കോഡ് ഞാൻ പഠിച്ചു വെച്ചേക്കുമായിരുന്നു. അത്രത്തോളം
എനിക്കറിയായിരുന്നു. യെസ് ഗൈസ്, മസ്താങ്ങിൻ്റെ ഒരു ചീറ്റ് കോഡ് തന്നെയാണ് 8123. 8 ഫസ്റ്റ് എഴുതുക, പിന്നെ 123. ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. മസ്താങ്ങിൻ്റെ ആയിരുന്നു. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു എന്ന് പറയാൻ നേരത്ത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി പ്രശ്നമില്ലല്ലോ. ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അടുത്തതായിട്ട് നമ്മൾ അടിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഗേസ്, അപ്പോൾ നമുക്കൊരു കിടിലം, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു കിടിലം ബൊളേറോ നമുക്ക് എന്ത് ചെയ്യാം ഗേസ്, ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൊളേറോ നമുക്ക് ഇവിടെ കിട്ടാം. അടുത്തായിട്ട് നമ്മൾ അടിക്കാൻ പോകുന്ന നമ്പർ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഗേസ്, നമ്മുടെ സ്വന്തം എന്താണ് ഗേസ്, അടുത്തായിട്ട് നമ്മൾ അടിക്കാൻ പോകുന്നതാണ് 8880. ഗൈസ്, അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കിടിലം ഹമ്മർ കിട്ടുന്നതാണ്, ഹമ്മർ കാർ. ഓക്കെ ഗൈസ്, ഹമ്മറിനെ പറ്റി നിങ്ങൾക്ക് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. എനിക്ക് ഹമ്മർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓഫ് റോഡൊക്കെ ചെയ്യാൻ. എനിക്ക് ഈ ഹമ്മറും അതുപോലെ തന്നെ ജിമ്മി താറൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ഹമ്മർ സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹമ്മർ. ഗൈസ്, കിടിലമാണ്, ഈ കിടിലം വണ്ടിയാണ് മസ്താങ്ങിലൂടെ. എനിക്ക് മസ്താങ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കിടക്കുന്ന വണ്ടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മസ്താങ്ങും അതുപോലെ ഈ ഹമ്മറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം ഇതിനൊന്നും ഞാൻ നശിപ്പിച്ച് കളയത്തില്ല. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഡ്രാഗണെ കാണിച്ചല്ലോ. ഡ്രാഗണും കിടിലം തന്നെയാണ്. ഡ്രാഗണും എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, അടുത്തതായിട്ട് നമുക്ക് അവസാനമായിട്ട് ഒരു റോൾസ് റോയ്സ് കൊണ്ട് ഞാൻ നേസിനെ പരിചയപ്പെടുത്താൻ 2000 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റോൾസ് റോയ്സും കിട്ടുന്നതാണ്. ഓക്കെ, ഇങ്ങനെ റോൾസ് റോയ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ഗൈസ്? അപ്പം ഇതാണ് ഒരു ഗെയിമിൻ്റെ പ്രത്യേകത ഗൈസ്. ഇങ്ങനെയുള്ള റോൾസ് റോയ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇഷ്ടം പോലെ വണ്ടികൾ നയിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള വണ്ടികളുടെ ചീറ്റ് കോഡ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒപ്പം കമൻറ്റ് ചെയ്യണം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്ത് തെറി വിളിക്കും, എന്തോ ചെയ്തോ ഗൈസ്. അപ്പം കുറേ പേര് ഇങ്ങനെ ഒന്ന് തെറി വിളിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഗൈസ്. അപ്പം ഇനി എന്തായാലും ഗൈസ് നമുക്ക് നെക്സ്റ്റ് തന്നെ ഹമ്മർ കാർ പൊട്ടിക്കണമെന്നില്ല ഗേസ്. എനിക്ക് എന്നാലും ഹമ്മർ പൊട്ടിച്ചേക്കാം. മസ്താങ് ഞാൻ പൊട്ടിക്കില്ല ഗേസ്. മസ്താങ് വെച്ച് വേറൊരു പരിപാടിയുണ്ട്. ഗേസ്, സ്കോർപ്പിയോ പൊട്ടിക്കാം. ഹയാബുഷയെങ്കിൽ ഹയാബുഷ പൊട്ടിക്കാം. നമ്മുടെ സ്വന്തം താർ പൊട്ടിക്കാം. സാധാ താർ പൊട്ടിക്കാം. നമ്മുടെ സ്വന്തം G-Wagon, ലാൻഡ് ക്രൂസർ S11, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഡ്രാഗണിൻ്റെ പുറത്ത് ഇതുവരെ ഞാൻ കയറിയിട്ടില്ല ഗേസ്. ഒന്ന് കയറി നോക്കട്ടെ. ഓ ഗേസ്, കൊള്ളാമല്ലോ ഇത്. അത് പോവാതെ. ഓ ഗേസ്, കൊള്ളാം. അത് ശരി, നമുക്കൊന്നും പറ്റത്തില്ലേ? താഴെ ഇറങ്ങണോ? മതി താഴെ ഗേസ്. നമുക്ക് താഴെ ഇറങ്ങാം ഗേസ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം മറക്കുവാണല്ലോ. ഡ്രാഗൺ ചാവൂടെ, ദൈവത്തിനറിയാം. അടുത്തായിട്ട് നമ്മൾ എന്തിലൊക്കെ ബോംബ് വെച്ചു എനിക്കറിയില്ല ഗേസ്. എല്ലാത്തിനകത്തും ബോംബ് വെച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്തായാലും നമ്മൾ എല്ലാത്തിനകത്തും ബോംബ് വെച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, G-Wagon എല്ലാത്തിനകത്തും. ബൊലേറൊക്കെ അത് ബോംബ് വെച്ചോ? ബൊലേറൊക്കെ അത് ബോംബ് വെച്ചില്ല. സ്റ്റിക്ക് നമ്മൾ ബൊലേറൊക്കെ അത് വെച്ചില്ല, അത് മോശമായി പോയി. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മസ്താങ്. നമ്മളിവിടെ നിന്ന് മാറ്റിയിടാൻ പോവാണ്. ഓക്കെ, മസ്താങ് നൈസിന് നമ്മളിവിടെ നിന്ന് മാറ്റിയിടാൻ പോവാണ്. ഓക്കെ ഗേസ്, നൈസിന് നമ്മൾ മസ്താങ് ഇവിടെ നിന്ന് മാറ്റിയിടാം. എനിക്ക് മസ്താങ് കാരണം എനിക്ക് മസ്താങ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, കിടിലമാണ് മസ്താങ് എന്ന് പറയാൻ നേരത്ത്. ഓക്കെ, ഇവിടെ ഇടിക്കില്ലേ? ഇടിച്ചു ഗേസ്, എന്തെങ്കിലും പൊട്ടിയോ? പൊട്ടിയില്ല ഭാഗ്യം, ഒന്നും പൊട്ടിയില്ല ഗേസ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസിൻ്റെ മസ്താങ്ങിൻ്റെ മണ്ടേ കയറി നിൽക്കാം. മസ്താങ്ങിൻ്റെ മണ്ടേ കയറി ചെയ്യാൻ പറ്റുന്നില്ല ഗേസ്. മസ്താങ്ങിൻ്റെ മണ്ടേ കയറി നമ്മൾ നിൽക്കുകയാണ്. മസ്താങ്ങിൻ്റെ ഏറ്റവും മണ്ടേ കയറി നമ്മൾ നെക്സ്റ്റ് നമുക്ക് ലൈവ് ഷോ ആയിട്ട് ഇതെല്ലാം പൊട്ടും നമുക്ക് കാണാം ഗേസ്. ഓക്കെ ഗേസ്, പക്ഷേ ഇത് പ്രശ്നമുണ്ട്. പക്ഷേ ഡ്രാഗണ് മാത്രമൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, എല്ലാം നശിച്ചു, പക്ഷേ ഡ്രാഗണ് മാത്രമൊന്നും പറ്റിയിട്ടില്ല ഗേസ്. അപ്പോൾ അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമ്മുടെ മസ്താങ് എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പോലീസിനെ ജസ്റ്റ് ഒന്ന് വെട്ടിക്കാൻ വേണ്ടി പോവാം. ഓക്കെ ഗേസ്, നൈസ്, നമുക്ക് മസ്താങ് എടുക്കാം. പോലീസിനെ നമുക്ക് നൈസിനെ ജസ്റ്റ് പോയി വെട്ടിക്കാം. ഓക്കെ, മസ്താങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വണ്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മസ്താങ്ങിൻ്റെ ചീറ്റ് കോഡ് എല്ലാവരും ഓർത്തിരിക്കുക, 8123. അതുപോലെ ഹമ്മർ കാറിൻ്റെ ചീറ്റ് കോഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമുണ്ടോ ഇനി?
ഓക്കെ 8880 അതാണ് ഹമ്മർ കാറിൻ്റെ ചീറ്റ് കോഡ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ പേരില്ലേ. മസ്താങ് എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ പിന്നെ കിട്ടൂല. നമ്മൾ ആക്സിലറേറ്റ് ഫസ്റ്റ് ഇങ്ങനെ സ്ലോ ആയിട്ടൊക്കെ പോകും, പക്ഷേ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ടീച്ചർ മാതിരിയാണ് മസ്താങ്. ഓക്കെ, ഇവിടെ 3 സിറ്റിസൺസ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പീപ്പിൾ ഒരു 3 പീപ്പിൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നൈസിന് എന്ത് ചെയ്യാം കേസ്, ഈ വണ്ടിയിൽ നിന്ന് നൈസിന് ഇവിടെ തന്നെ ഇറങ്ങാം. ഓക്കെ ഓക്കെ കേസ് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടോ? സംശയം. ഗ്ലാസ് പൊട്ടി. ഓ കേസ് ഗ്ലാസ് പൊട്ടിയോ? ഓ ഗ്ലാസ് പൊട്ടി കേസ്. എന്ത് ചെയ്യാനാണ് കേസ്? വേറെ ഒരെണ്ണം പോയാൽ എനിക്ക് മറ്റൊന്ന് വരും. എനിക്ക് മസ്താങ് വേണ്ട. അല്ല പിന്നെ എന്തോ പറയുന്നേ, ഒരെണ്ണം പോയാൽ എനിക്ക് മറ്റൊന്ന് വരും കേസ്. കേസ് അത്രയേ ഉള്ളൂ. നൈസിന് നമുക്ക് എന്ത് ചെയ്യാം കേസ്, അടുത്തായിട്ട് നമുക്ക് നൈസിന് തന്നെ നമ്മൾ മെഷീൻ ഗൺ എടുത്ത ശേഷം ചാവത്തെന്ത് കേസ്, അത് ചാവാത്തെന്ത് അമാനുഷൊക്കെ ശക്തി വല്ലതും ഉണ്ടോ അവർക്ക്? എന്താണ് കേസ് ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ ഇടിക്കാനെങ്കിലും പറ്റുമോ കേസ്? എന്താണിത്? ഇവരെ കൊല്ലാൻ പറ്റുന്നില്ലല്ലോ കേസ്. എന്തോ പറ്റിയല്ലോ, ഗെയിമിനെന്തോ ഗ്ലിച്ച് കാര്യങ്ങളൊക്കെയാണ്. ആഹാ അത്രയ്ക്ക് അത്രേ ഉള്ളൂ. കമോൺ കേസ്. പറ്റും അതാണ് കേസ്. ദൂരത്ത് നിന്ന് വെടിവെച്ചാൽ കൊള്ളില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ കേസ്. എന്താണ് കേസ്? ഓക്കെ കേസ്, ഒരുത്തനാണെന്നുണ്ടെങ്കിൽ പട്ടാപ്പകൽ ഒരുത്തനെ ഇടിച്ചിട്ട് കാർ നിർത്താതെ പോകുന്നു കേസ്. യെസ്, നീ ഞാൻ വെച്ച് പുറകില്ലേ. ഓ കേസ്, ഈ തോം കൊണ്ട് ഒരു ഗുണമില്ലേ. എന്താണ് കേസ്, ഈ തോക്കൊണ്ടൊരു ഗുണമില്ല കേസ്. ഞാൻ പോണു കേസ്. ഓക്കെ, ഇടിച്ചു കൊല്ലാം കേസ്. എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ആഹാ അത്രക്കായോ കേസ്? അത്രക്കായോ? എൻ്റെ കൂടെ കളിക്കാറായോ? എനിക്കറിയില്ല കേസ്, എൻ്റെ കൂടെ കളിക്കാറായോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയ്ക്ക് വലിയ ആൾക്കാരായി പോയോ? അത്രയ്ക്ക് വലിയ ആൾക്കാരായി പോയോ താൻ? അവിടെ നിന്ന് അന്തോ അവിടെ കൊണ്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒട്ടും ഹെൽത്തില്ല. നമുക്ക് നേരെ എന്ത് ചെയ്യാം കേസ്, ഒരു ഹമ്മർ കാർ വിളിച്ച് നമ്മുടെ മസ്താങ്ങിൻ്റെ അങ്ങോട്ട് പോകാം. എന്ത് ചെയ്യാനാണ് കേസ്, പൈസ ഇങ്ങനെ ഇട്ട് അടിക്കുകയാണ് കേസ്. ഓക്കെ, നോട്ട് കെട്ടുകളാണ് എൻ്റെ മുമ്പിലുള്ളത്. ഓക്കെ, അപ്പം കേസ് നമുക്കൊരു ഹമ്മർ കാർ എടുത്തുകൊണ്ട് നേഴ്സിൻ്റെ പോകാം. ആ ഫോർച്യൂണർ അങ്ങനെ പോകുന്ന എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ വേണം ഫോർച്യൂണർ വിട്ടേരും. ബൈക്ക് ഇറങ്ങി പോകാം. അപ്പോൾ ഇനി മേലെ തേജസ്സിനോട് കളിക്കാൻ പറ്റില്ല. ഓക്കെ, ഈ ആദ്യത്തെ മസ്താങ് എന്തോന്നറ, ഈ ഹമ്മറിൻ്റെ വല്ലതും പൊട്ടിയ ഹമ്മറിന് സംഭവിച്ചാൽ ശരി. ഹമ്മറിന് എത്ര ഇടിയുണ്ടായാലും ഗ്ലാസ് പൊട്ടില്ല, എന്നാൽ ഈ മസ്താങ്ങിന് ഇടിയുണ്ടാകും ഗ്ലാസ് പൊട്ടും കേസ്. അപ്പോൾ കേസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പലവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് വീഡിയോ കാണുന്നത്. ഓക്കെ, അപ്പം ആർക്കെങ്കിലും എന്നോടോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനോടോ ഇത്രയെങ്കിലും ഇഷ്ടമാണെങ്കിൽ കേസ് സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൈ മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാൻഡ് സിമ്പൽ ഓക്കെ എന്നുള്ളൊരു രീതിയിലുള്ള സിമ്പൽ മാത്രം ജസ്റ്റ് എന്തിനും കേസ് നിങ്ങൾ കമൻറ്റ് ഇടണം. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ടാറ്റാ.